സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റ് പ്രതിസന്ധിയിൽ. ഓൺലൈനായി ടെസ്റ്റ് നടത്തുന്ന സാരഥി എന്ന സൈറ്റ് തകരാറിലായതാണ് ടെസ്റ്റ് അവതാളത്തിലാകാൻ കാരണം. സൈറ്റ് ഡൗൺ ആയിട്ട് 21 മണിക്കൂറിലധികമായിട്ടും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഇവരുമായി സുധീഷ് ഗോപാൽ ചിരികയാണ്. സുധീഷ്, ഈ സാരഥി ഇതുമായി ബന്ധപ്പെട്ട ഒരു സൈറ്റിൻ്റെ അപാകത പരിഹരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ലേ? നിലവിലെ സാഹചര്യം എന്താണ്? കെ പി സുരേഷ്, ഇപ്പോഴും ഈ തകരാർ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലേണേഴ്സ് ടെസ്റ്റിന് എത്തിയവർ എല്ലാം തന്നെ നിരാശരായി മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. ലേണേഴ്സ് ടെസ്റ്റിന് എത്തിയവർ എല്ലാം തന്നെ നിരാശരായി മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇനിയും വീണ്ടും ഈ ഒരു ടെസ്റ്റ് നടക്കണമെങ്കിൽ അവർ 2 മാസത്തോളം കാത്തിരിക്കേണ്ടി വരും. 1.5 മാസത്തിന് ശേഷമാണ് പലർക്കും ഇന്ന് തന്നെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനിയും ഡേറ്റ് ഏറെ പേർക്ക് കിട്ടാനുമുണ്ട്. അവർക്ക് ഏതാണ്ട് 2 മാസത്തിന് ശേഷമുള്ള ഒരു ഡേറ്റ് മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പിന്നീട് ഈ ടെസ്റ്റ് ജയിച്ചതിന് ശേഷം മാത്രമേ പിന്നീട് 3 മാസത്തോളമെങ്കിലും കാത്തിരുന്നാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഒരു ഡേറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വലിയ ഒരു കാത്തിരിപ്പ് വേണ്ടി വരുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ഇതോടൊപ്പം തന്നെ മറ്റ് ഗതാഗത വകുപ്പിൻ്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുന്നതും ഈ സാരഥി എന്ന സൈറ്റ് വഴി തന്നെയാണ്. അത് തകരാറിലായതോടെ അത്തരം സേവനങ്ങളും മുടങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. അത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതാവട്ടെ, വാഹനത്തിൻ്റെ റീടെസ്റ്റ് ആവട്ടെ, അത്തരം എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കും ഈ സാരഥി സൈറ്റാണ് വിനിയോഗിക്കുന്നത്. അത് തകരാറിലായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് പരിഹരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ 2019 ജനുവരിയിലാണ് സാരഥി എന്ന സൈറ്റ് ആരംഭിക്കുന്നത്. അന്ന് പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ ഇത്തരം പ്രതിസന്ധി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ RTO, ജോയിന്റ് RTO ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകളുടെ അവസ്ഥയും അവിടുത്തെ നെറ്റ് കണക്ഷൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. 6 GB പോലും ഇല്ല. 6 GB മാത്രമുള്ള ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും മറ്റുമാണ് പലയിടത്തും ഇരിക്കുന്നത്. പഴയ ഈ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുമ്പോഴും സാധാരണ ഇത് കൂടുതൽ സ്ലോ ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് സൈറ്റ് തന്നെ പൂർണ്ണമായും തകരാറിലായ ഒരു ഘട്ടം വന്നിരിക്കുന്നു. അതോടുകൂടി പൂർണ്ണമായും സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത. സുരേഷ്, ഈ പരിഷ്കരിച്ച ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അശാസ്ത്രീയമായ ഒരു പരിഷ്കരണമാണ്. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നൊരുക്കങ്ങൾ നടത്താതെയുമുള്ള പരിഷ്കരണങ്ങളാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഈ പ്രതിഷേധത്തിൻ്റെ ശക്തമായ പ്രതിഷേധം കാരണം ഈ ടെസ്റ്റുകളടക്കം നിർത്തിവെക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് കൂടി, ഈ സൈറ്റ് കൂടി തകരാറിലായപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രഹരം തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ഈ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? കെ പി സുരേഷ്, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ കൃത്യമായും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ദുരവസ്ഥ. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇപ്പം ലേണേഴ്സ് ടെസ്റ്റ് തന്നെ ഒരു ദിവസം ഒരു ജോയിന്റ് RTO ഓഫീസിൽ 30 പേർക്ക് മാത്രമാണ് അവസരമുള്ളത്. അങ്ങനെ കാത്തിരുന്ന് എത്ര മാസങ്ങൾക്ക് മുമ്പ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ഇന്നത്തെ ഒരു ഡേറ്റ് അവർക്ക് ലഭിച്ചതാണ്. ആ ഡേറ്റിന് കൃത്യമായി ആ പരീക്ഷ നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഗതാഗത വകുപ്പിൻ്റെ വലിയൊരു വീഴ്ച തന്നെയാണ്. അതുകൊണ്ടുണ്ടാവുന്ന ഓരോ ഇന്ന് പരീക്ഷ എഴുതാൻ എത്തിയ വ്യക്തികൾക്കുണ്ടായ ബുദ്ധിമുട്ട് അത് ഏത് രീതിയിൽ ഗതാഗത വകുപ്പിന് പരിഹരിക്കാൻ കഴിയും എന്നതാണ് പ്രധാന ചോദ്യം. അതിന് കഴിയുകയില്ല എന്നിരിക്കെ തന്നെ ഇതിൻ്റെ ഈ സാങ്കേതിക തകരാറ് പരിഹരിക്കുന്നതിനുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ച. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും പരിഹരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ എപ്പോൾ കഴിയും എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ മറുപടി നൽകാൻ RTO ഓഫീസുകളിലോ ജോയിന്റ് RTO ഓഫീസിലോ ഉള്ള ഉദ്യോഗസ്ഥർക്കും കഴിയുന്നില്ല. ഇത് വൈകും വരെ കാത്തിരുന്നാൽ ഇത് പരിഹരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും അതിന് ഒരു സാധ്യത ഇല്ല എന്ന തരത്തിൽ പറഞ്ഞ് മറ്റൊരു ഡേറ്റ് നൽകുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മടങ്ങിയ പലർക്കും ജൂലൈ 12 കിട്ടിയിരിക്കുന്നത്. ജൂലൈ 12 എന്ന് പറയുമ്പോൾ 1.5 മാസത്തിന് ശേഷമേ ഇനിയും ഈ ടെസ്റ്റിന് അവർക്ക് ഹാജരാകാനും ഈ ടെസ്റ്റിൽ പങ്കെടുക്കാനും സാധിക്കും. സുധീഷ്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പലരും പല ജോലികൾക്കുമായാണ് ഇത് പെട്ടെന്ന് തന്നെ അവർക്ക് വിദേശ രാജ്യങ്ങളിലടക്കം ജോലിക്ക് പോകേണ്ടതുണ്ട്, നാട്ടിൽ തന്നെ ജോലി എടുക്കേണ്ടതുണ്ട്. ഈ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ടെസ്റ്റുകൾ പാസ്സാകേണ്ടതുണ്ട്. ഈ ലൈസൻസ് എടുക്കാൻ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കുണ്ടാകുന്നത്. മറ്റ് സാധാരണ ഒരു വാഹനം വാങ്ങി സാധാരണ നിരത്തുകൾ ഓടിക്കാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. കാരണം ചിലപ്പോൾ കാത്തിരിക്കാനുള്ള മടിയൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ ഈ ജോലിക്ക് വേണ്ടി ഈ ടെസ്റ്റ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവരുടെ ജോലിയെ തന്നെ
ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടാകുന്നത്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും എന്നിട്ടും ഒരു നിസ്സംഗത തുടരുകയാണല്ലേ. തങ്ങളുടെ പരിഷ്കരണം ഏത് തരത്തിലും നടപ്പിലാക്കുക, അത് ആരെ ബുദ്ധിമുട്ടിച്ചാലും കാര്യമില്ല, ഞങ്ങളിതാ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ നിങ്ങൾക്ക് മേൽ ഏൽപ്പിക്കുന്നു, നിങ്ങൾ അനുസരിക്കണം, മറ്റൊരു കാര്യവും ഞങ്ങൾ അറിയേണ്ടതില്ല എന്നുള്ള ഒരു ഉദാസീന മനോഭാവം തന്നെയാണ് ഇതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം വകുപ്പ് മന്ത്രിയടക്കം ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. കെ.പി. സുരേഷ്, അങ്ങനെ തന്നെയാണ്. നിരവധി പരിഷ്കാരങ്ങൾ ഗതാഗത വകുപ്പിൽ കൊണ്ടുവരുന്നില്ല. ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുവെങ്കിൽ തന്നെയും അതിൻ്റെ ഒന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ, അല്ലെങ്കിൽ സാങ്കേതികമായി അതിന് വേണ്ട മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കാതെയാണ് ഇത്തരം പരിഷ്കാരങ്ങൾ. അതിന് പിന്നാലെയാണ് ഇത്തരം ഏറ്റവും അടിസ്ഥാനമായി വേണ്ട സൗകര്യങ്ങൾ അത് ലഭ്യമാക്കുന്നില്ല എന്നതാണ്. അതിലെ തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുവാണ്, ഒരു കാര്യത്തിന്, ഒരു സാധനം അപ്ലോഡ് ചെയ്യുന്നതിന് ശ്രമിച്ചാൽ അത് എത്ര സമയം വേണ്ടിവരുമെന്നത് സംബന്ധിച്ച് ഒരു നിശ്ചയവുമില്ല. ആ രീതിയിലാണ് ഓരോ കമ്പ്യൂട്ടറുകളുടെയും അവിടുത്തെ ഇന്റർനെറ്റിൻ്റെ എല്ലാം തന്നെ പ്രവർത്തനം. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യാനാകും എന്നത് സംബന്ധിച്ചാണ് കൃത്യമായ ഒരു മറുപടിയും ലഭിക്കാത്തത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗതാഗത വകുപ്പിൽ അടിയന്തരമായ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇത്തരം കമ്പ്യൂട്ടറുകളിലും മറ്റും പുതിയത് നൽകിക്കൊണ്ട്, ഇല്ലെങ്കിൽ അത് ഇവിടുത്തെ ഇന്റർനെറ്റ് കണക്ഷൻ്റെ അതിൻ്റെ സ്പീഡും മറ്റും വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സാരഥി എന്ന സൈറ്റ്, അത് തുടക്കം മുതൽ തന്നെ ഇത്തരം പാളിച്ചകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന ആവശ്യം തന്നെയാണ് ഉദ്യോഗസ്ഥർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉദ്യോഗാർത്ഥികളായവരുണ്ട്, ഇത്തരത്തിൽ ലൈസൻസ് പെട്ടെന്ന് സ്വായത്തമാക്കാൻ വേണ്ടി വന്നവർ. അതിലുപരിയായിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം പുതിയതായി വാഹനങ്ങൾ വാങ്ങിച്ചവർ, അവർക്ക് ഇനിയും ഒരു ടെസ്റ്റ് നടത്തി അതിൽ വിജയിച്ച് ലൈസൻസ് ലഭിച്ച ശേഷം വാഹനം ഓടിക്കണമെങ്കിൽ 5 മാസമെങ്കിലും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം. അതിലും ഉപരി ഇത്തരത്തിൽ വാഹനം ഓടിക്കാൻ പഠിക്കണം. പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ അത്തരം വലിയ കർശനമായ പരിഷ്കാരങ്ങൾക്ക് മുമ്പ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിച്ചവരുണ്ട്. അവർക്കും ഇത്തരത്തിൽ ലേണേഴ്സ് എഴുതി പാസ്സായെങ്കിൽ മാത്രമേ എത്രയും വേഗം ഇത് വാഹനം ഓടിക്കാൻ പഠിക്കുന്നതിന് പോലും സാധിക്കുകയുള്ളൂ. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പഠിച്ചാൽ ഒരു അപകടം ഉണ്ടായാൽ തന്നെ ഇൻഷുറൻസ് അടക്കമുള്ള അടിസ്ഥാനപരമായ അത്തരം നഷ്ടപരിഹാരങ്ങൾ പോലും കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതെ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അറിയുമ്പോഴാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു വീഴ്ച ഉണ്ടാവുന്നത്. ഇതുമൂലം നിരവധി പേരാണ് ഇന്ന് ബുദ്ധിമുട്ടിലായത്. ഇവർക്കെല്ലാം തന്നെ ഇനി 1.5 മാസത്തോളം അധികമായി കാത്തിരിക്കണം. അതിനിടയിൽ വരുന്ന മറ്റ് അപേക്ഷകൾ കൂടി പരിഗണിക്കുമ്പോൾ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് അതിനേക്കാൾ വലിയ ഒരു നീണ്ട കാത്തിരിപ്പിലേക്ക് പോകേണ്ടി വരുന്നു. ഇതിലുപരിയാണ് മറ്റ് അടിസ്ഥാന സേവനങ്ങളൊന്നും തന്നെ കിട്ടാതെ വരുന്നു. അതിന് പിഴയടക്കേണ്ട സാഹചര്യവും സാധാരണക്കാരായ വാഹന ഉടമകൾക്കും ലൈസൻസ് ഉടമകൾക്കും വരുന്നു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം കൊണ്ട് ഗതാഗത വകുപ്പ് മറ്റൊരു തരത്തിൽ പിഴയായി പണം വരുമ്പോൾ അവർക്കതൊരു നേട്ടമാണെങ്കിൽ പോലും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഈ ഒരു അവസ്ഥ എന്നതാണ് യാഥാർത്ഥ്യം. കെ.പി. സുരേഷ്, സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ലേണേഴ്സ് ടെസ്റ്റാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഓൺലൈനായി ടെസ്റ്റ് നടത്തുന്ന സാരഥി എന്ന സൈറ്റ് തകരാറിലായതാണ് ടെസ്റ്റ് അവതാളത്തിലാകാൻ കാരണം. സൈറ്റ് ഡൗൺ ആയിട്ട് 24 മണിക്കൂറിലധികമായിട്ടും ഇതുവരെയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.